മഞ്ഞള് പുഴുങ്ങിയിട്ടതാണിത്. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. ഹങ്കളേന്ന് ഗോപാലസ്വാമി ഹിൽസിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ ഒരു തൊട്ടടുത്തൊരു പ്രോപ്പർട്ടിയിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ മഞ്ഞൾ ഇങ്ങനെ കുന്നുകൂടി ഇട്ടുകയാണ്. പുഴുങ്ങിയിട്ട് ഈ ഉണക്കാനിട്ട ഈ കൂനകളായിട്ട് കണ്ടില്ലേ, ഇത് 20 ദിവസത്തോളം ഇവിടെ കിടന്ന് വെയിൽ കൊള്ളണം എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സമതേ, ഇപ്പോ കർണാടകയില് മഞ്ഞൾ വിളവെടുക്കുന്ന സീസണാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ അടക്കാക്കളം അതുപോലെ തന്നെ കാപ്പിയൊക്കെ വിളവെടുക്കുന്ന സമയത്ത് കളം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു കള സെറ്റ് ആക്കിയുണ്ട് അല്ലെ. ശരിക്കും അത്യാവശ്യം നല്ല വലിയ ഏരിയ തന്നെ ഈ കള സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോ നേരത്തെ പുഴുങ്ങിയിട്ടുള്ള സംഭവമാണ് അവിടെയൊക്കെ കാണുന്നത്. ആ തലക്കെന്ന് ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഓരോരോ ഈ കാണുന്ന ഡ്രം ഉണ്ടല്ലോ, ഈ ഡ്രമ്മിനകത്ത് ഓരോ കൊട്ടായിട്ടാണ് ഈ കൊട്ടിയിട്ടുള്ളത്. ഇപ്പുറത്തുണ്ട്. നമുക്ക് ഇങ്ങനെ ബാ ചോദിച്ചു നോക്കാം കാര്യങ്ങൾ രീതി മനസ്സിലാക്കാം. എന്റെ പേരെന്നാ? பேர் சத்திங்க. சத்தியங்க. நீங்க குடல்பேட்ட ஊரு? இல்லைங்க, நாங்க ஈரோடு பக்கத்துல அந்தியூருங்க. ஆஹா, தமிழா? நீங்க இது எடுத்துட்டுள்ளது? இது வந்து தோல் வெட்டி கொட்டிடுவாங்க, இதுல எடுத்து கொட்டிடுவாங்க, காட்டுல எடுத்து கொட்டிடுவாங்க. நாங்க வேச்சு எங்கிட்ட கொட்டிடுவோம். ஒரு ட்ரம் வேச்சா 100 ரூபாய். 100 ரூபாய். ஆமாங்க. இது வந்து காத்து தீ எரியும். ബ്ലോവർ കൊടുത്തിട്ട് இது வேகல நல்லா. அது மஞ்சளோட நீரோட தண்ணி வருங்க. அந்த வேகிரமெல்லாம் மஞ்சளோட தண்ணி கீழே சொட்டும். അപ്പൊ ഈ തണ്ണിയൊക്കെ കീഴെ പോകുന്നതിന് ശേഷം அப்பதான் வெந்துருச்சுன்னு தெரியும். இது வித்துல விதை தானது? இது விதைக்கி வச்சுட்டோம், மீதி இருந்தா வேவிச்சு போட்டு காய வச்சு ட்ரை ஆயிருங்க, போயிடும். இதுக்கு என்ன பேரு? பலூன் எப்படி சொல்லுங்க? இது வந்து குண்டு மஞ்சளுங்க. കുണ്ട് മഞ്ഞൾ. ഇത് പൗഡർക്ക് ഉപയോഗിക്കുക. ஆகும், நல்லாவே ஆகும். കർഷകർ എല്ലാരും ഇങ്ങ് കൊണ്ടുവരും? இல்ல இல்ல, இந்த தோட்டத்துக்காரத்து மட்டும் இங்க, வெவ்வேறு தோட்டத்துக்காரருக்கு அங்கங்க. இந்த தோட்டம் எത്ര ഏക്കർക്ക്? இவரது ஒரு 10-20 ஏக்கரா இருக்குது. 20 ഏക്കർ. ഈ 20 ഏക്കർ തോട്ടത്തില് മഞ്ഞൾ മൊത്തമാണ് ഇവിടുന്ന് ചെയ്യുന്നത്. 10 ஏக்கரா 5 ஏக்கரா போட்டுக்கிறாரு. അപ്പൊ ഇവിടുത്തെ മൊത്തം കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സൈറ്റിലേക്ക് പോകും? ஆமாங்க, இது ஒரு 10 நாளைக்கு ஆவாங்க. இது முடிச்சோன்னா அடுத்த சைட்டுக்கு வேய்க்கிறதுக்கு போகும். இது ஒரு ஏக்கருக்கு எவ்வளவு கிண்டல் கிடக்கும்? அது சொல்ல முடியாதுங்க, அது விளைச்சல் பொறுத்த அளவுக்கு தான். நல்ல நார்மலி எவ்வளவு? நார்மலா ஒரு 20 குண்டாலுக்கு வருங்க. 20 கிண்டல் ஒரு ஏக்கர்? ஒரு ஏக்கராவுக்கு 20 குண்டாலும் ஒன்று 5 குண்டாலும் வருங்க, 10 குண்டாலும் வரும். விளையிறது பொறுத்த அளவுக்கு தானே இருக்குதுங்க. நல்லா பார்த்தாலும் 20 கிடக்கும். ஆமாங்க. വിറക് ഇതാ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടുന്ന് വിറക് കത്തിച്ചിട്ട് ഇത് ഇവിടെ ബോക്സിൽ മൊത്തം വെള്ള தண்ணி தண்ணி டைரக்ட் தண்ணில தண்ணி உள்ள விட்டேன், அது மூலமா சூடாக்கி அது மூலமா கேஸ். പഴയ ആവി എഞ്ചിന്റെ സിസ്റ്റം. ഒരു ടൈമിൽ 3 ഡ്രം இல்ல ஒண்ணு தான், ஒண்ணு வேந்தா ஒண்ணு மாத்திக்கும். அதுக்கு வந்துச்சுன்னா இதுக்கு வெந்துச்சுன்னா அதுக்கு மாத்திக்கும், அது வந்தா ഇവിടെ വാൾവ് കൺട്രോൾ ഇരിക്കും. இங்க கண்ட்ரோல். ഓക്കെ, അപ്പൊ ഒരു ടൈം ഒന്ന് വേവുള്ളൂ. 5 നിമിഷം. മുകളിൽ ആ ഡ്രമ്മിൽ വെള്ള തണ്ണി. ഓക്കെ, അപ്പൊ ഇതിൽ ഇത് മാത്രമേ വേണുള്ളൂ. മുകളിൽ മഞ്ഞളില്ല, തണ്ണി മാത്രമേ മുകളിൽ ആ ഡ്രമ്മിലുള്ളൂ അല്ലേ? അപ്പൊ ഇതിലിപ്പോ ഏതാ വർക്കിംഗ്? അതാണോ ഇതാണോ? ഇത് ഇവിടെ വാൾവ് ഇത് വെച്ചിട്ടുണ്ട്. അടുത്തത് അല്ലേ? അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞ് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ആവിക്കാണ് വേവുന്നത്, വെള്ളത്തിലിട്ട് പുഴുങ്ങല്ല. ആ വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ ആവി ഇതിലേക്ക് കടത്തി വിട്ടിട്ട് അതിലിട്ടിട്ടാണ് ഈ ഡ്രമ്മിലിട്ടിട്ടാണ് പുഴുങ്ങണല്ലേ. അപ്പൊ 5 മിനിറ്റത്തെ പ്രോസസ്സിംഗ് ഉള്ളു പുഴുങ്ങല്. പക്ഷെ അവിടെ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് സ്റ്റീം എഞ്ചിൻ ഉണ്ടല്ലോ, അതേ സിസ്റ്റം. നല്ല ചൂടുണ്ട്, ആവിക്ക് വേവിച്ചിട്ട് വെള്ളം മൊത്തം അവിടെ നിന്ന് തന്നെ വാർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവരിവിടെ വന്ന് കൊട്ടിയത്. അപ്പൊ ഇനി ഇതിപ്പോ പോളിഷ് ചെയ്ത് മാർക്കറ്റിലെത്തും. അടിപൊളിയാണ്. ശരി, നമ്മൾ മലയാളികൾക്ക് നമ്മുടെ കേരളത്തിൽ ഈ കൃഷി ഇല്ലല്ലോ. ചെറിയ രീതിയിലൊക്കെ മലയാളികൾക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെ അല്ലേ, ഇത് കാഴ്ച അല്ലേ? സംഭവം അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയായാലും നമ്മള് കഴിക്കുന്ന നിസ്സാരമായിട്ടുള്ള ഒരു മഞ്ഞളുടെ കാര്യം എത്രത്തോളം, അതായത് ആരെക്കൂടെ കയ്യിലൂടെ വരുന്നത്. അതായത് നിത്യജീവിതത്തിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾ അത്യാവശ്യം, മഞ്ഞപ്പൊടി. ശരിക്ക് മഞ്ഞൾ ഇതേപോലെ നമ്മള് ഇത് വാങ്ങി പൊടിക്കുകയാണെങ്കിൽ കുറുക്കുമിന് റിമൂവ് ചെയ്യാത്ത നല്ല ഒറിജിനൽ മഞ്ഞപ്പൊടി. എനിക്കോണേ ഇനി ഇത് ഉണങ്ങിയിട്ട് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാലാവും ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറുക്കുമീൻ എടുത്തിട്ട് റിമൂവ് ചെയ്തിട്ട് പോകുന്നുണ്ടാവും അല്ലെ. ശരിക്കും അതാണ് കഴിക്കേണ്ടത്. കുറുക്കുമീൻ കണ്ടന്റ് ഉള്ള മഞ്ഞളാണ് കഴിക്കേണ്ടത്. കാരണം കുറുക്കുമീൻ എന്ന സംഭവമാണ് നമ്മളെ ഈ ക്യാൻസർ പോലെ അസുഖങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് അത്ര. അത് ശരിക്കും നമ്മള് കടയിൽ നിന്ന് വാങ്ങണ റെഡിമെയ്ഡ് പൊടിയില് എന്തൊക്കെയുണ്ടോന്ന് അറിയില്ല. ചിലപ്പോ കുറുക്കുമീൻ ഉണ്ടാവും, ഉണ്ടാവാതിരിക്കുക എന്താന്ന് പോലും അറിയില്ല. ഇതുപോലുള്ള കൂടുതൽ കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.